ഹലോ വ്യൂവേഴ്സ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീട്ടിൽ തന്നെ എങ്ങനെയാണ് എളുപ്പത്തിൽ പെഡിക്യൂർ ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പാർലറിലൊന്നും പോകാതെ തന്നെ നല്ല സോഫ്റ്റായി ക്ലീനായ കാല് നമുക്ക് പെഡിക്യൂർ ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ടബ് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു ക്ലെൻസർ, അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം എൻ്റെ കയ്യിൽ ക്ലെൻസർ ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ഇടാം, അല്ലെങ്കിൽ കുറച്ച് ഷാമ്പു ഒഴിക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലും, കോക്കനട്ട് ഓയിലായാലും കുഴപ്പമില്ല. അങ്ങനെ ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കാല് നന്നായിട്ട് മുക്കി വയ്ക്കുക. കാല് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്നതിന് മുന്നേ നമ്മുടെ കാലിൽ എന്തെങ്കിലും നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ടിഷ്യൂ വെച്ചിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പം നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് നെയിലൊന്ന് കട്ട് ചെയ്യാനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ നെയിലൊന്ന് ഷേപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് മാനിക്യൂർ സെറ്റിനകത്തുള്ളൊരു ഷേപ്പ് ചെയ്യുന്ന ഒരു ഫയൽ ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. അത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നെയിലിൻ്റെ ടിപ്സൊക്കെ ഒന്ന് ട്രിം ചെയ്തെടുക്കുകയാണ്, ഒന്ന് ഫയൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ എൻ്റെ ഈ തള്ളവിരലിൽ മാത്രമാണ് ചെറിയ രീതിയിൽ നഖം വയ്ക്കുന്നുണ്ട്. ബാക്കി എൻ്റെ ചെറിയ വിരലിലൊക്കെ നഖം ഞാൻ ക്ലീനായിട്ട് തന്നെ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ വെള്ളത്തിലേക്ക് നമ്മുടെ കാലിറക്കി വെക്കാം. ഇത് ചൂടുവെള്ളമാണ്. അങ്ങനെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഡെഡ് സ്കിൻസ് ഒക്കെ പെട്ടെന്ന് പോകാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ടൂൾസൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് കാല് മുക്കി വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കാലിനകത്ത് ആ ഡെഡ് സ്കിൻസൊക്കെ പതുക്കെ ഒന്ന് പൊളിഞ്ഞു പോരാൻ തുടങ്ങുമല്ലോ. ആ സ്റ്റേജിൽ അത് എടുത്തിട്ട് ഈ ഒരു പിന്ന് വെച്ചിട്ട് നമുക്ക് ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യാമേ. അത് പതുക്കെ സൈഡിൽ നിന്ന് പതുക്കെ എടുക്കണം. ഇതങ്ങനെ കാല് മുറിയൊന്നുമില്ല, പിന്നെ ഒത്തിരി വേഗത്തിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പതുക്കെ അതൊന്ന് വെച്ചിട്ട് ആ ഡെഡ് സ്കിൻസ് ഫുൾ എല്ലാ നഖത്തിലെയും റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഡെഡ് സ്കിൻസൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ കാല് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നഖമൊക്കെ നല്ല കുതിർന്നിരിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് നഖമൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. അങ്ങനെ ചെറിയ വിരലിലെ എല്ലാ നഖവും ഞാൻ നന്നായിട്ട് ട്രിം ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രബ് ഇട്ടിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്ക്രബ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, അതായത് ചെറിയ ചെറിയ തരികളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മസാജ് ചെയ്തെടുക്കാനൊക്കെ നല്ല എളുപ്പമായിരുന്നേ. സ്ക്രബ് ഇട്ടിട്ട് അത് നമ്മുടെ നെയിലൊക്കെയാണ് ആദ്യമേ ഇടേണ്ടത്. അതിനുശേഷം നമുക്ക് കാലിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മസാജ് ചെയ്തെടുക്കാം. നെയിലിൽ ഈ സ്ക്രബ് ഇടുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ തരികൾ ഉള്ളത് കൊണ്ട് തന്നെ നെയിൽ നല്ല വൃത്തിയാവേ. അപ്പോൾ ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബ്രഷ് യൂസ് ചെയ്തിട്ട് നെയിലിൻ്റെ പോർഷൻസിൽ മാത്രം ആ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഫയലിങ്ങാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഡെഡ് സ്കിൻസ് ഒക്കെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കുക. ഇങ്ങനെ കുറച്ച് നേരം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി കാല് വെള്ളത്തിൽ വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ കുതിർന്നിരിക്കുന്നതുകൊണ്ട് അതൊക്കെ ഈസി ആയിട്ട് തന്നെ പോരുവേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ഫുഡ് ക്രീം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസറാണ്, അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു 10 to 15 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് കാല് മസാജ് ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ കാല് ഏകദേശം നല്ല സോഫ്റ്റ് ആവും, അതായത് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ആകാനായിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളിങ്ങനെ കാല് മസാജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ക്രീം അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ പറ്റുന്നത്ര സമയം കാലൊക്കെ മസാജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാലൊക്കെ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അങ്ങനെ കുറേ നേരം നമുക്കിത് ഒന്ന് മസാജ് ചെയ്തെടുക്കാം. ഞാൻ ഈ പെഡിക്യൂറിൻ്റെ ക്രീമും അതേപോലെ തന്നെ പെഡിക്യൂർ സെറ്റും മാനിക്യൂർ സെറ്റും കൂടെ ഞാൻ ഒരുമിച്ചിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നേരത്തെ പർച്ചേസ് ചെയ്തായിരുന്നേ. അപ്പോൾ കാല് നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം ഒരു ടവൽ ഉപയോഗിച്ചിട്ട് വൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ ടൂൾസൊക്കെ ഒരുപാടുണ്ട്. മാനിക്യൂർ സെറ്റിനകത്ത് ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പെഡിക്യൂറിനായിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. 3 ടൈപ്പ് ഓഫ് നെയിൽ കട്ടറൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇത് പെഡിക്യൂർ സെറ്റിനകത്ത് വന്നൊരു പ്രോഡക്റ്റ് ആയിരുന്നേ. അപ്പോൾ ഞാനിത് പാർലറിൽ പൊതുവെ കണ്ടേക്കുന്നത് നമുക്ക് ജസ്റ്റ് നെയിലിനൊരു ഷൈനി ഫിനിഷ് വരാൻ വേണ്ടിയിട്ട് അവർ ജസ്റ്റ് ഒന്ന് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ചെടുക്കും. അപ്പോൾ എൻ്റെ നെയിലൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള നെയിലാണ്. കയ്യിൽ വെച്ച് നോക്കുമ്പോഴത്തേന് കാലിലെ നെയിലിന് നല്ല കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ഷേപ്പിലൊക്കെ ഇത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. അതാണ് ഞാൻ നേരത്തെ അങ്ങനെ ഫയൽ ചെയ്തെടുത്തത്. ഇതും പെഡിക്യൂറിൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ടുള്ളൊരു ടൂളാണ്. അതിനകത്തൊരു ബ്ലേഡൊക്കെ ഉണ്ട്. ഇപ്പം ഞാനത് ചെയ്തില്ല, ഓൾറെഡി ഹെയർ റിമൂവ് ചെയ്തതായിരുന്നേ.
ഇതാണ് ഫുഡ് സ്പ്രേ, അതായത് ലാസ്റ്റത്തെ സ്റ്റേജാണ്. ഇതിന് നല്ലൊരു പുൽത്തൈലത്തിൻ്റെ ഒക്കെ പോലത്തെ ഒരു സ്മെല്ല് വരുന്നതാണ്. പക്ഷേ നല്ലതാണ്. ലാസ്റ്റ് ഒരു ഫ്രഷ്നെസ്, ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഞാൻ റൂമിനകത്ത് നിന്ന് എടുത്തായിരുന്നു. ഇത് ഞാൻ സൺലൈറ്റിൽ എടുത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു കളർ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ നല്ല റിസൾട്ട് ഉണ്ട് നമുക്കിത് യൂസ് ചെയ്തതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇങ്ങനത്തെ ഒരു സിമ്പിൾ സ്റ്റെപ്സിലൂടെ നമുക്ക് വീട്ടിൽ തന്നെ പാർലറിൽ പോവാതെ പെഡിക്യൂർ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി വരാം വേറൊരു വീഡിയോയിൽ. താങ്ക്